അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ വിഷയം ഒരു വളരെ പ്രധാനമായ, ലോകത്തിലെ ജനങ്ങളിൽ പലരും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിനെ പറ്റിയാണ്. അതാണ് പാലിനെപ്പറ്റി അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ മൂന്ന് ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വ ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്ര നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വ ദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്ക് പാഠമുണ്ട്, ചിന്തിക്കാനുണ്ട്. അതിനെപ്പറ്റി പഠിക്കണം, ചിന്തിക്കണം. അതിലെ വലിയ കാര്യമുണ്ട്. അതിൻ്റെ ഉദരങ്ങളിൽ അതിൻ്റെ വിസർജനത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. ഒരു ശുദ്ധമായ പാല് കുടിക്കുന്നവർക്ക് സ്വാദിഷ്ടമായതാണ് എന്നല്ലാഹു പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്ത് മുഹമ്മദിൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മസലുൽ ജന്നത്തില്ലത്തി ഉഇദൽ മുത്തഖൂന ഫിഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്നവർക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തിൻ്റെ ഉദാഹരണം, ആ സ്വർഗത്തിൽ പകർച്ച ആകാത്ത, അതിൻ്റെ രുചിക്കോ മണത്തിനോ പകർച്ചയില്ലാത്ത വെള്ളത്തിൻ്റെ നദികൾ. അതേപോലെ തന്നെ അതിൻ്റെ രുചിക്ക് പകർച്ച വരാത്ത പാലിൻ്റെ നദികളും അതിലുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. അതേപോലെ സൂറത്തുൽ മുഅ്മിനൂൻ ആയത്ത് നമ്പർ 21 അല്ലാഹു പറഞ്ഞു, ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്ര. ഇവിടെയും അല്ലാഹു പറയുന്നു, കന്നുകാലികളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാഠമുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം, ഗവേഷണം ചെയ്യണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ, അതിൻ്റെ ഉദരങ്ങളിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിപ്പിക്കുന്നു. വലക്കും ഫിഹാ മനാഫിഉ കസീറ വമിൻഹാ തഅകുലൂൻ, അതിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനങ്ങൾ, ഉപകാരപ്രദമായ കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതും എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ അല്ലാഹു പാലിനെ നിങ്ങൾക്ക് കുടിപ്പിക്കുന്നു, അതിൽ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പ്രത്യേകം അല്ലാഹു പറഞ്ഞു. ഒരുപാട് ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്കുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ ധാരാളം ചിന്തിക്കാനുണ്ട്. അല്ലാഹു ആണ് പറഞ്ഞത് പാലിന് വലിയ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന്. അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ ധാരാളം ഗവേഷണം ചെയ്ത് അതിൻ്റെ റിസൾട്ടുകൾ അവരുടെ റീസർച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട്. അനേകം യൂണിവേഴ്സിറ്റികളുടെ വ്യത്യസ്തമായ ഗവേഷകരും ശാസ്ത്രജ്ഞരും അതിനെപ്പറ്റി ധാരാളം ഗവേഷണം ചെയ്ത് ഒരുപാട് വ്യത്യസ്തമായ രോഗങ്ങളെ തടുക്കുന്ന, രോഗങ്ങളെ ഇല്ലാണ്ടാക്കുന്ന, രോഗങ്ങൾക്ക് ശമനമുള്ള കാര്യങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റി അവർ ധാരാളം എഴുതിയിട്ടുണ്ട്. അവിടെ കൊല്ലങ്ങളോളം ചെയ്ത റീസർച്ചുകളിൽ നിന്ന് അവർക്ക് ലഭിച്ച ആ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റിയാണ് അവർ ധാരാളം പറഞ്ഞിരിക്കുന്നത്. ഇൻഷാ അല്ലാഹു തആല അവർ പറഞ്ഞ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി അടുത്ത ക്ലാസ്സിൽ ഞാൻ നന്നായി വിശദീകരിക്കുന്നുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പാലിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. പാലിനെപ്പറ്റി
അനേകം ഹദീസുകൾ ഉണ്ട്. അബൂ നുഐമിലും തിബ്ബുൻ നബവിയിലും കാണുന്ന ഒരു ഹദീസാണ്. അതായത് ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, പാല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റുള്ള പാനീയങ്ങളുടെ കൂട്ടത്തിൽ വളരെ ഇഷ്ടമായിരുന്നു പാല്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്ന ഒരു സാധനമായിരുന്നു പാല്. അതേപോലെ തന്നെ അബൂദാവൂദിലുള്ള ഒരു ഹദീസിൽ കാണുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, പാല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു എന്ന്. അതേപോലെ തന്നെ ബുഖാരി ഷരീഫിൽ പാലിനെ പറ്റി അനവധി ഹദീസുകളുണ്ട്. ബുഖാരി ഷരീഫിൽ കാണുന്ന ഒരു ഹദീസാണ് ഹസ്രത്ത് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പ്രാവശ്യം ഒരു അൻസാരിയായ സഹാബി, അദ്ദേഹത്തിൻ്റെ പേര് അബൂ ഹുമൈദ് എന്നാണ്, അദ്ദേഹം അൽ നഖി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം ഒരു കപ്പ് പാലും കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നു. ഈ പാലിൻ്റെ കപ്പിനെ നോക്കി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ ആ പാലിനെ, ആ കപ്പിനെ നിങ്ങൾ മൂടാത്തത്, കവർ ചെയ്യാത്തത്? ഒരു കഷ്ണം, എന്തെങ്കിലും ചെറിയ കഷ്ണം, കോലിൻ്റെയോ മറ്റോ കഷ്ണം കൊണ്ട് അതിന് നിങ്ങൾക്ക് മൂടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം പാത്രങ്ങൾ എന്തുണ്ടെങ്കിലും അതിനെ മൂടി വെക്കണം എന്നാണ്. നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന, രോഗങ്ങളെ തൊട്ട് തടയുന്ന എല്ലാ കാര്യങ്ങളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 സെഞ്ചുറികൾക്ക് മുമ്പ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹസ്രത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചീസ്, അതായത് പാലിൻ്റെ പ്രൊഡക്റ്റാണ് എന്ന് എല്ലാവർക്കും അറിയാം, അതിനെ അയക്കപ്പെട്ടു, ആരോ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ മുറിക്കാൻ വേണ്ടി പിന്നെ ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു, ആ കഷ്ണത്തെ എന്ന് ഹദീസ് അബൂദാവൂദിൽ കാണുന്നുണ്ട്. വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഹദീസ്, അതിൻ്റെ അർത്ഥങ്ങളും വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെ മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നുണ്ട്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് കുടിച്ചാൽ പിന്നെ ഗാർഗിൾ ചെയ്യുമായിരുന്നു. അതായത് വെള്ളം എടുത്ത് നാം നന്നായിട്ട് വെള്ളം കൊണ്ട് ആ തൊണ്ടക്കുയോടടുപ്പിച്ച് കുപ്പിളിക്കുന്ന ഒരവസ്ഥ അത് ചെയ്യുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, അതിൻ്റെ ഫാറ്റ് അവിടെ നിൽക്കും. അപ്പോൾ ഫാറ്റ് പാലിൻ്റെ അങ്ങനെ നിൽക്കുന്നത് അത്ര നന്നല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഹദീസ് കാണുന്നുണ്ട്. ഇങ്ങനെ അനവധി ഒരുപാട് ഹദീസുകൾ ബുഖാരി ഷരീഫിൽ ഇതിനെപ്പറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഇബ്നു മാജയിലും അതേപോലെ തന്നെ അബൂദാവൂദിലും ഇങ്ങനെ തുടങ്ങി മറ്റുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലും അനേകം ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഈ പാലിന് വലിയ ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ അടങ്ങിയ ഘടകങ്ങൾ തന്നെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഫാറ്റ്, പ്രോട്ടീൻ, സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സ്റ്റാർക്ക്, പ്രോസ്റ്റാഗ്ലാൻഡിൻ, വാട്ടർ, വൈറ്റമിൻ B1, B2, B12, വൈറ്റമിൻ സി, ഡി, ഇ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഘടകങ്ങളാ അതിൽ അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ, വാട്ടർ, അതേപോലെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള മിനറൽസുകൾ, വൈറ്റമിൻസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അനേകം. അതുകൊണ്ട് ഈ പറഞ്ഞ ഘടകങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ ആരോഗ്യപരമായ ഫലങ്ങൾ അവകളിലുണ്ട്. ചുരുക്കത്തിൽ ഈ പാലിന് ഒരുപാട് ആരോഗ്യ ഫലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹു തആല അതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ ഉദ്ധരണികളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ വളരെ നന്നായി വിശദീകരിക്കുന്നതാണ്. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ. നാം ചെയ്യുന്ന ഈ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.